ഞാൻ നിൽക്കുന്നത് മ്യൂസിയത്തിനകത്തുള്ള അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. പലതവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അക്വേറിയത്തിലൊന്ന് കയറി കാണാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടേയില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ച് അക്വേറിയത്തിനകത്ത് കയറാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെന്നു, ടിക്കറ്റ് എടുത്തു. 20 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ ഗാർഡനിങ്ങും വെറൈറ്റി ആയിട്ടുള്ള ഫിഷും ഒക്കെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്കൊന്ന് കയറി നോക്കാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെയും റോസും ഒക്കെ നട്ടിട്ട് ഗാർഡനിങ് ഒക്കെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അടുത്ത് ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു വാല് മാത്രം പൊങ്ങി നിൽക്കുന്നു. അപ്പോൾ അടുത്ത സൈഡിൽ നോക്കിയപ്പോൾ അതിൻ്റെ തലയും പൊക്കി മറ്റൊരു ഫിഷും അവിടെ ഉണ്ട്. അപ്പോൾ ഫിഷിനെ വെച്ചേക്കുന്ന ആ സ്റ്റാച്ചുവിൻ്റെ താഴെ തന്നെ ഒരു കുഞ്ഞു കുളത്തിൽ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഓടിക്കളിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നേരെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. മനോഹരമായി തന്നെയാണ് ഈ അക്വേറിയത്തിൻ്റെ ചുറ്റുപാടെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്വേറിയത്തിലേക്ക് കയറാനുള്ള താല്പര്യവും തോന്നും. അപ്പോൾ ടിക്കറ്റൊക്കെ ഫ്രണ്ടിൽ കാണിച്ചതിന് ശേഷം നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഈ ഗ്ലാസ്സിലൊന്നും തുടരുതെന്ന് അവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. വലിയ വലിയ ഗ്ലാസ്സുകളാണ് ഓരോ ഫിഷിനും വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം കയറി ചെല്ലുമ്പോൾ കാണുന്നത് യെല്ലോ ബ്ലൂ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഓടിക്കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വന്നിട്ട് ഇലക്ട്രിക് യെല്ലോ സിക്രിഡ് എന്നാണ്. ഇതിപ്പോൾ യെല്ലോ മാത്രമല്ല, ബ്ലൂവും ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത ടാങ്കിൽ കുറച്ചുകൂടെ വലിപ്പമുള്ള ഫിഷാണ്. 3 സ്പോട്ട് ഗൗരാമി, കബൂട്ടോ കൊയി എന്നൊക്കെയാണ് ഈ ഫിഷിൻ്റെ പേര്. ഇതിപ്പോൾ ഒരുപാട് എണ്ണം ഒരു ടാങ്കിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇത് കൂട്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഈ അക്വേറിയത്തിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായ ചെറു മത്സ്യങ്ങളും എല്ലാം ഉണ്ട്. ആഴക്കടലിലെയും ശുദ്ധജലത്തിലെയും ഒക്കെ കാണപ്പെടുന്ന മത്സ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇതാണ് സിൽവർ അരോണ. ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിന് വെള്ളത്തിൽ നിന്ന് ചാടി ഇരയെ പിടിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ വാട്ടർ മങ്കി എന്നും വിളിക്കാറുണ്ട്. ഏകദേശം 3 അടിയോളം നീളം ഈ ഫിഷിനുണ്ട്. ഇതിൻ്റെ പേര് ടെക്സാസ് ഫിഷ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ ബോഡിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു പേൾ ഗ്രേ ബോഡിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത് ഗ്രൂപ്പായിട്ട് ഒരു സൈഡിലേക്ക് പോവുകയും കുറച്ച് കഴിയുമ്പോൾ മൂവ് ചെയ്ത് അടുത്ത സൈഡിലോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ വലിയൊരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി തോന്നിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ അടുത്ത് പോയിരിക്കുന്നത് ടിൻഫോയിൽ ബാർബ് എന്ന് പറയുന്ന ഫിഷിൻ്റെ ഗ്രൂപ്പിലേക്കാണ്. ഇതൊരു ശുദ്ധജല മത്സ്യമാണ് കേട്ടോ. പക്ഷേ ഇത് ചെറിയ ചെറിയ മത്സ്യങ്ങളെയും പുഴുക്കളെയൊക്കെ കഴിക്കാറുണ്ട്. ഇത് ഭയങ്കര റിഫ്ലക്റ്റീവ് ആയിട്ടുള്ളൊരു സിൽവർ കളറാണ്. ഒരു മെറ്റാലിക് ഷെയ്ഡൊക്കെ നമുക്ക് ഈ ഫിഷിന് തോന്നിക്കും. അടുത്ത ഫിഷിനെ കണ്ടപ്പോൾ കഴിഞ്ഞ ഫിഷിനെക്കാട്ടിയൊക്കെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് തോന്നി. നല്ല വലിപ്പമുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഗ്ലാസ്സിലാണ് ഈ ഫിഷിനെ ഇട്ടേക്കുന്നത്. ഇതിൻ്റെ പേര് പാക്കു എന്നാണ്. പിരാന എന്നും പറയും. ഫിഷിനെല്ലാം 5 സ്റ്റാർ ഫെസിലിറ്റി ഒക്കെയാണ് കേട്ടോ. നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഓരോ ഫിഷിനും അവർ കൊടുത്തേക്കുന്നത്. അത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് ഓരോ ഫിഷിനെയും അവർ കെയർ ചെയ്യുന്നത്. അടുത്ത ഫിഷ് ടാങ്ക് എംറ്റി ആണ് കേട്ടോ. അതിൻ്റെ ബോർഡ് വന്നിട്ട് നിയോൺ ടെട്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അടുത്ത ഫിഷ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഇതിനകത്തുള്ളത് സീബ്ര സിക്ലിഡ്, ബ്ലൂ പീകോക്ക് സിക്ലിഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ഫിഷ് ഗ്രൂപ്പാണ്. ഇതിൽ സീബ്ര ഫിഷിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഫിഷിനുള്ളത്. അടുത്ത് കാണാനുള്ളത് റെഡ് തിലാപ്പിയയാണ്. ഇതിൻ്റെ റെഡ് കളർ ഭയങ്കര അട്രാക്ഷനായി നമുക്ക് തോന്നും. എല്ലാം നല്ല റെഡ് കളറിൽ ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഏകദേശം 15 ഇഞ്ച് ലെങ്ത് മാത്രമേ ഈ ഫിഷിനുള്ളൂ. ഒരുപാട് വെറൈറ്റി കളേഴ്സുള്ള ഫിഷ് എല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പാക്കിയാണ് ഇവർ ഇതിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. കാണാനാണെങ്കിൽ നല്ല ഭംഗി തോന്നിക്കും. റെഡ് ലയൺ ടോർപിഡോ ബാർബ് എന്നും ഗ്ലോ ഫിഷ് ടെർട്ടാസ് എന്നൊക്കെയാണ് ഈ ഫിഷിൻ്റെയൊക്കെ പേര്. ഈ ഗ്ലോ ഫിഷ് ടെർട്ടാസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ മിസ് കേരള എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇവനാണ് കേട്ടോ ഇത്. ഇവൻ അലങ്കാര മത്സ്യത്തിൽ പേരെടുത്തൊരു മത്സ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഒരെണ്ണത്തിന് 1500 രൂപ വെച്ചാണ് ഈ ഫിഷിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെയുള്ളത് ഇതുപോലെ നീണ്ട ചുണ്ടും ഉരുണ്ട കണ്ണുകളും ഒക്കെ ആയിട്ടുള്ള ആലിഗേറ്റർ ജാറാണ്. അപ്പോൾ ഇത് 1-2 എണ്ണം ഒറ്റ ഗ്ലാസ്സിനകത്തുണ്ട് കേട്ടോ. അതിങ്ങനെ നീന്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്.
അക്വേറിയത്തിൻ്റെ അകത്ത് മാത്രമല്ല, അക്വേറിയത്തിൻ്റെ പുറത്തും ഇവർ കൊത്തുപണികൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ ഗ്ലാസിൻ്റെയൊക്കെ താഴെയായിട്ടുള്ള ഡിസൈൻസാണ് കേട്ടോ ഈ കാണിച്ചേക്കുന്നതെല്ലാം. അതുകൂടാതെ ഇതിൻ്റെ നടുക്കായിട്ട് തന്നെ ഒരു മത്സ്യകന്യകയും അവർ ഒരു സ്റ്റാച്ചുവും ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ആർട്ട് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത ടാങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫിഷ് ഐറ്റംസ് ആണ് ഉള്ളത്. ഇതിൻ്റെ പേര് ഡിസ്കസ് എന്നും ഏഞ്ചൽ ഫിഷ് എന്നുമാണ്. ഓരോ ഫിഷ് കാണുമ്പോഴും ഓരോന്നും ഭയങ്കര വ്യത്യസ്തമായും കൂടുതൽ ഭംഗിയുള്ളതായിട്ടും ഒക്കെയാണ് തോന്നുന്നത്. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിലുള്ള ഫിഷസ് ആണോ, വീട്ടിൽ വളർത്താനൊക്കെ പറ്റുമോ എന്നതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ കാണാനാണെങ്കിൽ വളരെ മനോഹരമാണ്. അതാ വെള്ള കളറിലുള്ള ഫിഷൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഇത് വെള്ളത്തിൽ ഓക്സിജൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. പക്ഷേ അതിൽ പോലും അവരൊരു വെറൈറ്റി ഡിസൈൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫിഷിനെയും കണ്ട് വാവ് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഈ സെക്ഷനിലെത്തിയപ്പോൾ ഫിഷിനെ കാണാനേ ഇല്ല. ഒരുപാട് തിരഞ്ഞതിന് ശേഷം എന്താ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു കുഞ്ഞൻ ഫിഷിനെ കണ്ടു കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഈ സെക്ഷനിൽ വന്നിട്ട് ടൈഗർ ഷാർക്ക് ഫിഷിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഇതിൽ വൈറ്റ് കളറുണ്ട്, ഗ്രേ കളറുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളറിലുള്ള ടൈഗർ ഷാർക്ക് ഫിഷുകളാണ് ഉള്ളത്. ഇനിയുള്ളത് തൂവൽ മത്സ്യമാണ്. അപ്പോൾ ഇതിനെയും കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് പാടുപെട്ടു കേട്ടോ. അവിടെ ഇവിടെ കുറച്ചൊക്കെ കണ്ടു. ഈ മത്സ്യത്തിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നും. ഇതിനെ കാണാൻ ഒരു പാമ്പിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബോഡിയിലെ പാറ്റേണൊക്കെ കണ്ടോ, ഒരു പ്രത്യേക രീതിയിലാണ്. ഈ പാറ്റേൺ ഇതിൻ്റെ വായ്ക്കകത്തുമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതിൽ കണ്ട മറ്റൊരു പ്രത്യേകത. ഇതിന് നീണ്ടു നിൽക്കുന്ന മൂക്കുകളുണ്ട്, അതുപോലെ വലിയ പല്ലുകളും ഉണ്ട്. എനിക്ക് തോന്നുന്നു വഴുവഴുപ്പുള്ള ഇരയെ പിടിക്കാനോ മാംസം കീറാനോ ഒക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള വലിയ പല്ലുകളൊക്കെ അതിന് കൊടുത്തത്. ഇനി കാണാനുള്ളത് ബിഗ് പാരറ്റ് ഫിഷാണ്. പാരറ്റ് ഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ പാരറ്റിനെ പോലെ വളരെ മനോഹരവും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുമുള്ള ഫിഷുകളാണ് ഇവയെല്ലാം. പാരറ്റിനെ പോലെയുള്ള ചുണ്ടുകളും ഇവയ്ക്കുണ്ട്. ഇവയുടെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇത് കോയ് കാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഷാണ്. ഇതിന് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. നമ്മൾ ഫ്ലോറിൽ നോക്കുമ്പോൾ കാണത്തില്ല, എല്ലാം മുകളിൽ ഗ്രൂപ്പായിട്ടിരുന്ന് കളിക്കുകയാണ്. ഇത് ഓസ്കാർ ഫിഷാണ്. ഇതിന് റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഈ ഫിഷിലും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞ് അക്വേറിയത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അക്വേറിയെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അക്വേറിയത്തിൻ്റെ പുറത്തുള്ള ആർട്ട് വർക്കുകളാണ് ഈ കാണുന്നത്. കുട്ടികളുമായാണ് വരുന്നതെങ്കിൽ തൊട്ടടുത്ത് തന്നെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. കുട്ടികളുമായി കുറച്ച് നേരം നിങ്ങൾക്ക് ഇവിടെയും ചെലവഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.